കാണുന്നു, അല്ലെ അവരുടേതായ പരിപാടികൾ നടത്തുന്നു. ഇപ്പോഴത്തെ പിള്ളേരോട് നമ്മൾ ചോദിക്കുക മഹാഭാരതം എന്തുവാ? വല്ല എയോ ചാറ്റ് ജിപി ഒക്കെയാണ് ഞാൻ പറഞ്ഞു തരാമേ, മഹാഭാരതവും രാമായണവും എനിക്ക് അറിയത്തില്ല അല്ലേ? സത്യം, എൻ്റെ കൊച്ചു അത് തന്നെയാ, ടി വി ഫോൺ തന്നെയാണ് കാണുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം അത് തന്നെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സാംസ്കാരികവും മൂല്യവും നമ്മൾ കൊണ്ടുപോകണം. സ്ത്രീ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ മാത്രമുള്ള ഒരു വസ്തു അല്ല. എല്ലാവരുടെയും വിചാരം അതാ, സ്ത്രീ എന്ന് പറഞ്ഞാൽ സഹിക്കണം, പരമാവധി സഹിക്കണം. അതാണ് ഇപ്പൊ ആത്മഹത്യകൾ കൂടുന്നത്. മായി ചേച്ചി പറഞ്ഞ പോലെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ അവിടെ അടിയാണോ തൊടിയാണോ അത് നമ്മൾ സഹിക്കണം. വീട്ടിലെ അമ്മയോട് വിളിച്ചു പറഞ്ഞ് എന്നാ പറയും, മോളെ സഹിക്കുക, പരമാവധി സഹിക്കുക. അല്ലെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അറിഞ്ഞ് എന്നാ പറയും, ചേച്ചി അറിഞ്ഞ് എന്നാ പറയും, മോളിവിടെ 2 ദിവസം വന്നു നിന്നാൽ നാട്ടുകാരെന്നാ തെറ്റിദ്ധരിക്കും. നമ്മൾ പറഞ്ഞ് അവരെ അങ്ങ് നിർത്തും. സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ നമ്മുടെ കുഴയെ കിടന്ന് കരയുന്നു. ഈ കരഞ്ഞ വല്ല ആവുമോ? എന്നാൽ ആ സമയത്ത് അവളെ പറഞ്ഞു തിരുത്തി, മോളിഞ്ഞി പോര്, അമ്മയുണ്ട് കൂടെ, അല്ല അച്ഛനുണ്ട് എന്ന് കൂടെ നമ്മൾ ആരെങ്കിലും പറയുമോ? പറയത്തില്ല. സഹിക്കാനാ പറയുന്നത്. അതാണ് നമ്മുടെ സാംസ്കാരികവും മൂല്യം നമ്മൾ സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, വിശിഷ്ട അതിഥികൾ തന്നെ പറഞ്ഞു. ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് പ്രത്യേക നന്ദി പറയുന്നു.